ഹലോ ഗൈസ്, വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. നന്നായി ഒരുങ്ങുക എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ വളരെ മോശം രീതിയിലാണ് പോവാറ്. കാരണം ഒരു ടോപ്പ് ഒരു കളറാണെങ്കിൽ പാൻറ്റ് വേറൊരു കളറും ഷോൾ വേറൊരു കളറും അങ്ങനെയൊക്കെയാണ് പോവാറ്. പക്ഷേ ഇപ്പം ഞങ്ങൾ മാച്ചായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, വാച്ചാണെങ്കിലും വളയാണെങ്കിലും ഇയറിങ്സ് എല്ലാം ആണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ കൂട്ടനായിട്ട് ഞാൻ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നല്ല, ഞാൻ പറഞ്ഞതാണ് 3 മണിക്ക് റെഡി ആവാൻ തുടങ്ങണം, കുറേ സമയമെടുക്കും, കാരണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റായി തപ്പിപ്പിടിച്ച് വരണമല്ലോ. അവൾ 4:30 ആയിട്ട് റെഡി ആയിട്ടില്ല, പിന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തല്ലി പിടിച്ചുകൊണ്ടിരിക്കണത്. ചില ദിവസമൊക്കെ അവൾ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുശുമ്പാട്ട, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പ് വരും. എന്നാൽ പുള്ളിക്കാരുടെ അടുത്ത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തുമില്ല കേട്ടോ. അങ്ങനെ നിൽക്കത്തില്ല, ഭയങ്കര നാണക്കാരിയാണ്. ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം ഫോട്ടോയെ കിട്ടാറുള്ളൂ. ഇത് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുന്ന സുരേഷ് അണ്ണനാണ് കേട്ടോ. വീഡിയോയിൽ വരാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു, ഡ്രസ്സ് മോശമായതുകൊണ്ട്. ഇന്ന് ഞങ്ങൾ റൈസിൻ്റെ കൂടെ വാങ്ങിച്ചാണ് ബീഫ് കബാബാണിത്. 100 ഗ്രാം ബീഫിൻ്റെ കബാബിന് 40 രൂപയാണ്. ചിക്കൻ്റെ കബാബ് 100 ഗ്രാമിനാണെങ്കിൽ 30 രൂപയായിരുന്നു. ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ കബാബ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ബീഫ് കബാബ് വാങ്ങിച്ചത്. ഞങ്ങൾ എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് കൂണും മധുരക്കിഴങ്ങും വാങ്ങിച്ചു കേട്ടോ. കൂണും മധുരക്കിഴങ്ങും എനിക്കല്ല, ജോസൂനാണ്. എനിക്ക് കൂണ് കഴിക്കാൻ പറ്റില്ല, കാരണം ആസ്മയുള്ളവർക്ക് ശരിക്കും കൂണ് കഴിക്കാൻ പാടില്ല. ഇതെന്ത് ഫ്രൂട്ട്സാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എടുത്തു നോക്കിയതാണ്. അമ്മച്ചി എന്തോ പേര് പറഞ്ഞു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പതുക്കെ ഇങ്ങോട്ട് നീങ്ങി കേട്ടോ. ഇന്ന് ഇവൾക്ക് ഭയങ്കര സൗന്ദര്യമായി, കാരണം എനിക്ക് കുശുമ്പാണ് കേട്ടോ, ഭയങ്കര കുശുമ്പ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇഷ്ടം പോലെ പട്ടികളുണ്ട്. കടിക്കലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കടിക്കുമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്, മുകളിലേക്ക് പോകാൻ പറ്റാനുള്ള ഭയങ്കര കുരങ്ങൻ്റെ ശല്യമാണ്. ജോസുവിനെ വിളിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു.